ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. കൽബീസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എല്ലാവർക്കും വീട്ടിൽ പനി പിടിച്ചു കേട്ടോ ഗായ്സ്. അപ്പോൾ പനി പിടിച്ച ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഒന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മോൾക്ക് ക്ലാസ് ഒന്നും ഇല്ലാത്ത ദിവസമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം വൈകിട്ടാട്ടോ എണീറ്റത്. എന്നിട്ട് വേഗം അടുപ്പൊക്കെ കത്തിച്ച് പത്തിരിയൊക്കെ ചുട്ടെടുത്തു. പിന്നെ പത്തിരി ചുട്ടെടുത്തതിന് ശേഷം പിന്നെ കറി ഗ്യാസിൽ തന്നെ വെച്ചു കേട്ടോ. അപ്പോൾ അതിനുള്ള കറി മുട്ടക്കറി, അത് തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മുട്ടക്കറി ഗ്യാസിൽ തന്നെ വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പത്തിരി ആയപ്പോൾ അടുപ്പിൽ പിന്നെ നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചു കേട്ടോ. പിന്നെ ഞാൻ ഇതെന്താ കാണിക്കണമെന്നാവും നിങ്ങൾ വിചാരിക്കുന്നത്, ഇത് വെള്ളരിക്കയാണ് കേട്ടോ. അപ്പോൾ ഞാനത് നുറുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് വെള്ളരിക്ക എടുത്തിട്ട് അത് നന്നായിട്ട് കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് വീഡിയോയിൽ ഞാൻ ടോ എന്ന് പറയുന്നുണ്ട് കൊണ്ട് കുറേ പേര് ഇങ്ങനെ കളിയാക്കിയിരുന്നു. അപ്പോൾ നമ്മൾ നോർമലായിട്ട് വരുന്നതാണ്. ഇന്ന് വലിയ ഉഷാറൊന്നുമില്ല, ഭയങ്കര പനിയാണ് എല്ലാവർക്കും. അപ്പോൾ വെള്ളരിക്ക നമ്മൾ കഴുകിയിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. മുന്നേ പരിപ്പ് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് നുറുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ ഉദ്ദേശിക്കണത്. എന്നിട്ട് വേഗം ഒരു തക്കാളിയും 2 പച്ചമുളകൊക്കെ എടുത്ത് കഴുകി വെച്ചു. അപ്പോഴത്തേനും ഉമ്മ ചോറിനുള്ള വെള്ളം തിളച്ചപ്പോൾ അരി ഇട്ടു. പരിപ്പ് നമ്മൾ മുന്നേ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ ഗായ്സ്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെള്ളരിക്കയും പച്ചമുളകും തക്കാളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് 2 വിസിൽ വരണ വരെ കുക്കർ നമുക്ക് അടച്ചു വയ്ക്കാം. പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും, ഒരു തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ. അപ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നേരാക്കി കൊടുത്തിട്ട് അതൊന്ന് ചതച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നേരാക്കി അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതൊന്ന് ചതച്ച് വെച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പനി ആയതുകൊണ്ട് ഇന്നൊരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും നമ്മുടെ കുക്കറിൻ്റെ വിസൽ വന്നു കേട്ടോ. അപ്പോൾ 2 വിസലായപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഗ്യാസ് ഓഫാക്കി വെച്ചു. ഇനി അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം നമ്മൾ കുക്കർ തുറക്കണം. പിന്നെ അപ്പോഴത്തേനും ഞാൻ പുറത്ത് പോയിട്ട് കറിവേപ്പിൻ്റെ ഇല പൊട്ടിച്ചു കേട്ടോ. പിന്നെ അതൊക്കെ കറിവേപ്പിൻ്റെ ഇല പൊട്ടിച്ചതിന് ശേഷം പിന്നെ അത് നന്നായി കഴുകി വെച്ചു. അപ്പോഴത്തേനും നമ്മുടെ എയറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ കുക്കറിലത്തെ. അപ്പോൾ അത് തുറന്ന് ഞാൻ അങ്ങനെ നോക്കുകയാണ്. പിന്നെ ഞാൻ വേഗം ഗ്യാസിൽ ഒരു ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് കൂട്ടാൻ തൂമിക്കാനുള്ള എണ്ണ ഒഴിച്ച് പിന്നെ കടുകൊക്കെ ഇട്ട് പിന്നെ നമ്മുടെ ഉള്ളിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിയതിന് ശേഷം നമ്മുടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തു. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം അതൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ വേവിച്ച് വെച്ച വെള്ളരിക്കയും പരിപ്പും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പനിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ കഴിക്കാനായിരിക്കും കേട്ടോ കൂടുതലും നമുക്ക് നാവിനൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഒരു കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ വേഗം ചട്ടി കഴുകി ഗ്യാസിൽ വെച്ച് പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മസാല പുരട്ടി കൊടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടട്ടെ. അപ്പം പനി ഉള്ള ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോ ദിവസങ്ങൾ കടന്നു പോവുക നമ്മുടെ. അപ്പം അങ്ങനെ അത് മുരിഞ്ഞ് കിട്ടി, ചിക്കനൊക്കെ നന്നായി മുരിഞ്ഞ് കിട്ടി. ഞാനത് കുറച്ചൊന്ന് ഡെക്കറേഷൻ ആക്കിയിരുന്നു കേട്ടോ. കുറച്ച് സബോളയൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് വളപ്പിന്ന് കുറച്ച് കണ്ണിമാങ്ങയൊക്കെ ഉണ്ട് പെറുക്കാൻ പോയിട്ടോ. ഒക്കെ പെറുക്കി വന്നു. പിന്നെ ചെറിയ മോൾക്ക് ഫുഡൊക്കെ കൊടുത്തു. ചെറിയ മോൾക്ക് ഫുഡ് കൊടുത്താൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അവളൊക്കെ ഫുഡ് കൊടുത്ത് സെറ്റാക്കി. പിന്നെ മൂത്ത മോൾക്ക് ഫുഡ് കൊടുത്തു. അപ്പോഴത്തേനും നമ്മൾ പെറുക്കി വന്ന കണ്ണിമാങ്ങയൊക്കെ കഴുകി നന്നായി നുറുക്കി വെച്ചു കേട്ടോ. നുറുക്കി വെച്ചിട്ട് അതിൽ ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് തിരുമ്പി കൊടുത്തതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ പനിയൊക്കെ ഉള്ള ആൾക്കാർക്ക് അങ്ങനെയൊക്കെ കഴിക്കുമ്പോഴായിരിക്കും കേട്ടോ പ്രത്യേകം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. വായക്ക് നല്ല ചൊടിയൊക്കെ തോന്നും. അപ്പോൾ പിന്നെ അതങ്ങോട്ട് തിരുമ്പി വെച്ചു. അപ്പോൾ ചെറിയ മോളുടെ സൗണ്ടാട്ടോ അങ്ങനെ വോയിസിൽ കേൾക്കണത്. അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ട് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് നന്നായി തിരുമ്പിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ ടൈമായി.
എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പ്രെയറൊക്കെ കുറച്ചുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഉച്ചമയക്കൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം എണീറ്റ് നോക്കുമ്പോൾ റോട്ടിലൂടെ ഒരു കാളവണ്ടി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളത് കണ്ടപ്പോൾ ഇങ്ങനെ നോക്കുകയാണ്. പിന്നെ അവർ കുറച്ച് നേരം ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്